ഇപ്പൊ ലോകത്ത് ഫുള്ളും സാത്താന്റെ ആരാധന ഇലുമിനാട്ടി നിറഞ്ഞുകൊണ്ടിരിക്കണം. ആർക്കും അറിയാത്തവർ തന്നെ വലിയ പ്രമുഖരായിട്ടും നിറയെ പേര് സാത്താന്റെ ആരാധനയൊക്കെ നിറഞ്ഞു. അപ്പം ഇതിൽ കുറെ പേര് നമ്മളെ മനുഷ്യരാണ്, നമ്മൾ പോലും അറിയാത്ത സാത്താന്റെ ആരാധനയിലുള്ള ബന്ധമായിട്ടുള്ള വലിയ ആൾക്കാരുടെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ ഇതിലൊക്കെ നമ്മൾ പോലും അറിയാൻ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ കൊക്കോകോള, പെപ്സി, ഇതൊക്കെ കൊക്കോകോള എന്ന് പറഞ്ഞാൽ ഡെവിൽ ഡ്രിങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ ഈ കൊക്കോകോള ഇതാണെങ്കിൽ ഇടയ്ക്ക് നേരത്തെ ആണെങ്കിൽ ഒരിക്കൽ ഈ നമുക്ക് കസ്റ്റമൈസ് ആയിട്ട് നമുക്ക് ഇതിന്റെ ക്യാൻ ഉണ്ടല്ലോ, ക്യാനിൽ നമുക്ക് ഇഷ്ടമുള്ള പേര്, നമ്മുടെ പേരോ അല്ലെങ്കിൽ വേറെ ഉള്ള പേര് ടൈപ്പ് ചെയ്ത് വെക്കണം ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നിറയെ പേര് അവരുടെ പേരൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചു. ചിലവരാണെങ്കിൽ അല്ലാതെ ഈ സാത്താന്റെ പേര് ടൈപ്പ് ചെയ്ത് വെച്ചു. ചിലവർ അള്ളാന്റെ പേര് ടൈപ്പ് ചെയ്ത് വെച്ചു. പിന്നെ ചിലവരാണെങ്കിൽ അല്ലാതെ ബുദ്ധന്റെ പേര് വെച്ചു. ഇവരാണെങ്കിൽ എല്ലാം പ്രിന്റ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ ഒരാളുടെ പേര് അടിച്ചപ്പോൾ മാത്രം ടൈപ്പ് ചെയ്യുന്ന ഇറർ എന്ന് കാണിച്ചു. ജീസസിന്റെ നെയിം അടിച്ചപ്പോൾ ലാസ്റ്റ് സ്പെല്ലിംഗ് അടിക്കുന്നതിന് ഇറർ എന്ന് കാണിച്ച് അവർക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഒരു വാക്ക് ജീസസിന്റെ പേര് പോലും അവർ വെച്ചാൽ കമ്പനി പേടിക്കുന്നു. അപ്പം ജീസസ് റിയൽ ഗോഡ് എന്നുള്ള ഒരു വലിയൊരു തെളിവ് അതാണ്. കാരണം അവർ സാത്താന്റെ ആരാധന ഇതൊക്കെ ആയതുകൊണ്ടായിരിക്കും. പക്ഷെ അതിന്റെ ഡ്രിങ്കിന്റെ ഇതിലൊക്കെ വരുന്നുണ്ട് അവർക്ക് ജീസസിന്റെ ഇത് ടൈപ്പ് ചെയ്യാൻ പറ്റും. കാരണം സാത്താന്റെ വരെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുത്ത് മോൺസ്റ്ററിന്റെ ഡ്രിങ്കുകളാണ് 3 ഈ വര പോലെ. ഇപ്പൊ ഇത് ഹീബ്രു വാക്കില് വാവ് എന്നിതാണ്. പക്ഷെ 6 ബൈബിളിൽ പറയുന്നത് സാത്താന്റെ ഒരു ഇതാണ്, മുദ്രയാണ്. അപ്പൊ സാത്താന്റെ മുദ്ര ഇതാണ്, അവരത് വെച്ചിരുന്നത്. പിന്നെ താഴെ മോൺസ്റ്ററിന്റെ ഓ എന്ന സിമ്പിളിലാണെങ്കിൽ ഡെറ്റൂറ എന്നൊരു സാത്താൻ ഇങ്ങനെ വർഷിപ്പ് ബാൻഡ് ഉണ്ട്. ബാൻഡിന്റെ അവരുടെ കുറുക്കിൽ അവരുടെ ടീഷർട്ട് ബാക്കിലുള്ള ഒരു സിമ്പലാണത്. അപ്പൊ അതും ഇതുപോലെ ഇപ്പൊ ആ ബാൻഡിലൊക്കെ നിറയെ പേര് അവർ കുറെ പേരാണ് ഇഷ്ടപ്പെട്ട് അവരെ ആകർഷിച്ച് അതിലോട്ട് വർഷിപ്പ് നടത്തി സാത്താൻ ആറിലോട്ട് കൊണ്ടുപോവുകയാണ്. പിന്നെ പെപ്സിയുടെ പേര് നിങ്ങളൊന്ന് തിരിച്ച് വായിച്ചു നോക്കണം. ഈസ് ഡെഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പെപ്സിയുടെ വേറൊന്ന് ശ്രദ്ധിക്കണം. പണ്ടത്തെ പരസ്യത്തിലൊക്കെ ഒരു ക്രിക്കറ്റേഴ്സ് ചെയ്യുന്ന ഒരു പരസ്യം കണ്ടിട്ടുണ്ട്. ക്യാൻ ആണെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എറിയണമെന്ന്, ബോൾ എറിയുന്ന പോലെ ഈ ക്യാൻ എറിയുന്ന പറഞ്ഞു. അപ്പൊ ഈ സിമ്പൽ എന്ന് പറഞ്ഞാൽ ബൈബിളിൽ പറയുന്നുണ്ട് സാത്താന്റെ ഒരു സിമ്പലാണ്. അപ്പൊ ഇതാണ് ചിലപ്പോൾ ക്രിസ്ത്യൻസിന്റെ ഇതിൽ തന്നെ തെറ്റായിട്ടുള്ള ആരാധന, സാത്താന്റെ ആരാധന നടത്തുന്ന ഇതാണ്. കാത്തലിക്കിന്റെ തെറ്റാണ്. ഞാൻ വേറെ വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട്. വിഗ്രഹത്താരണം ബൈബിളിൽ തെറ്റ്. അപ്പൊ അതാരെങ്കിലും കുംഭസാരം ദൈവത്തോട് മാത്രം ഏറ്റുപറയാൻ അവർ ചെയ്യണത് തെറ്റ്. അപ്പം അവരിത് സാത്താൻ ഒരു ആരാധന ഇതായതുകൊണ്ടായിരിക്കും അവർ ഈ പോപ്പുകൾ ഇത് കാണിക്കുന്നത്. പിന്നെ നിറയെ സിനിമാ നടന്മാർ ഇതൊക്കെ ഇത് കാണും. പിന്നെ ചിലവർ ഇതുപോലെ അറിയാതെ ഈ കണ്ട ഒരു ട്രെൻഡായിട്ട് ഫാമിലി ഫംഗ്ഷനൊക്കെ ഇത് കണ്ടത് സാത്താന്റെ സിമ്പലാണ്. അതാണ്. അപ്പൊ ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ പോലും അറിയാതെ കുറെ നമ്മൾ സാത്താന്റെ ഒരു കാര്യങ്ങൾ നമ്മൾ അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ സാത്താന്റെ ആൾക്കാർ ഈ ആരാധനയിൽ പോകുന്നത്, ഇലുമിനാട്ടി രീതിയിൽ പോകുന്നത് അവരുടെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ച് അവർ തന്നെ. അപ്പം ഇതിൽ വെച്ച സാത്താന്റെ ആരുടെ ഒരു ഇതാണ് നമ്മളെ കുറെ കാര്യങ്ങൾ ബലിയാട്ടോ അതൊക്കെ കൊടുക്കുമ്പോൾ എഫിഷ്യൻ പൈസ പറഞ്ഞു വലിയ നിലയിലെത്തിക്കും, ടോപ്പ് പൊസിഷനിലെത്തിക്കും, ഭയങ്കര പൈസ ഇതൊക്കെ കിട്ടും. പക്ഷെ പിന്നീട് ഇത് നിലനിൽക്കുന്നില്ല. പിന്നീട് ബൈബിളിലുള്ള കാര്യമാണ് ന്യായവിധി ഇതൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് തള്ളപ്പെട്ടു. അപ്പോൾ ഇതിന്റെ സാത്താന്റെ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ജസ്റ്റ് ഗൂഗിളിൽ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ അറിയാൻ നോക്കുക, ബൈബിൾ വായിക്കുക. ജീസസ് ഈസ് ഓൺലി ഗോഡ്, റിയൽ ഗോഡ്. ബാക്കിയെല്ലാം താങ്ക് യു.